ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇത് നമ്മെ അടയാളപ്പെടുത്തുന്ന നമ്മുടെ പേര് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമുക്കെല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞു പേര് കാണും. അതിലാണ് നമ്മൾ ജീവിതാവസാനം വരെ അറിയപ്പെടുന്നത്. മരണശേഷവും നിലനിൽക്കുന്ന ഒന്നാണ് നമ്മുടെ പേരുകൾ. അപ്പോൾ ഈ പേരുകളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ പേര് തുടങ്ങുന്ന അക്ഷരവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചില പ്രവചനങ്ങൾ നടത്താൻ സാധിക്കും. അവരുടെ സ്വഭാവത്തെപ്പറ്റിയും അവരുടെ ഭാവിയെപ്പറ്റിയും ഒക്കെ. അപ്പോൾ അവരുടെ പേരിൻ്റെ ആദ്യ അക്ഷരമായിട്ട് എസ് എന്ന അക്ഷരം വന്നാലുള്ള സ്വഭാവ വിശേഷങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി എസ് പറഞ്ഞതിൻ്റെ കാര്യം, ഒരുപാട് പേരുകൾ തുടങ്ങുന്ന ഒരു ലെറ്ററാണ് എസ്. അതുപോലെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ലെറ്റർ കൂടിയാണിത്. ഇത് നമ്മുടെ പേരിൻ്റെ ആദ്യ അക്ഷരവുമായി വന്നു കഴിഞ്ഞാൽ നിരവധി ഗുണങ്ങളും അതുപോലെ ചില ദോഷങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ എസ് എന്ന അക്ഷരം നിങ്ങളുടെ പേരിൽ വന്നു കഴിഞ്ഞാൽ പരസ്പര വിരുദ്ധങ്ങളായ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവർക്ക് ശരിയായി നിങ്ങളെ അളക്കാനാവില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ചിലർ നിങ്ങളെ പുകഴ്ത്തി എന്നും വരും, മറ്റു ചിലർ താഴ്ത്തിക്കെട്ടി എന്നും വരും. നിങ്ങളുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ നല്ലതായാലും ചീത്തയായാലും വളരെയധികം നിശിതമായിരിക്കും, കുറിക്കുകൊള്ളുന്നതായിരിക്കും എന്നർത്ഥം. അതേസമയം വളരെയൊന്നും സഹിക്കാൻ കഴിയാത്ത ശുപ്രകോപികളായിരിക്കും നിങ്ങൾ കേട്ടോ. അപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിയന്ത്രണം അങ്ങ് വിട്ടുപോകും. ഉള്ളിൽ സ്നേഹമുള്ളവരോടായിരിക്കും കൂടുതലായിട്ടും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അക്കൂട്ടത്തിൽ നന്മയുള്ളവരുമായിരിക്കും കേട്ടോ. അവരോട് തന്നെ കയർക്കുന്ന സ്വഭാവവും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യും. ഒരേ സമയം വഴക്കാളിയും സമാധാനപ്രിയരുമായിട്ട് ഇവരെ കാണുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ നന്മ പെരുകിയിരിക്കും. കൂടാതെ മറ്റുള്ളവർക്ക് ആപത്ത് സംഭവിക്കുമ്പോൾ അവരെ സാമ്പത്തിക നഷ്ടമോ വളരെ അധ്വാനമോ ഒന്നും നോക്കാതെ ഉത്സാഹത്തോടു കൂടി സഹായിക്കുകയും ചെയ്യും. അതേസമയം ഒരു ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ വളരെയധികം ആത്മാർത്ഥത കാണിക്കുകയും, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ വളരെയധികം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവരായിരിക്കും. എസ്സിൽ തുടങ്ങുന്ന പേരിൽ എസ് ഒന്നുകൂടി ആവർത്തിച്ച് വരികയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങളുണ്ട്. സഞ്ചാരപ്രിയരായിരിക്കും ഇവർ. വിദേശ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അവിടെ ഉള്ളവരുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ മിടുക്കരാണിവർ. അതുപോലെ തന്നെ ഉത്തരവാദിത്തത്തോടുകൂടി എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരുമായിരിക്കും. ഇനി എസ്സിനോട് ചേർത്ത് എ, യു എന്നീ വാക്കുകളൊക്കെ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ വിശ്വാസത്തോടുകൂടി കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കാൻ സാധിക്കും. നല്ല അനുകമ്പയുള്ളവരായിരിക്കും ഇവർ. മറ്റുള്ളവരെ സഹായിക്കാനായി പുറപ്പെടുന്നവരായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുള്ളവരായിരിക്കും ഇക്കൂട്ടർ. അതേസമയം തന്നെ അവരുടെ വികാരങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുകയുമില്ല. ഉദാഹരണത്തിന് അവർക്കുണ്ടാവുന്ന എന്തെങ്കിലും കഷ്ടപ്പാടുകളോ ജീവിത സാഹചര്യങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ മറ്റു കൂട്ടുകാരുമായി പങ്കിടാനായിട്ട് അധികം തയ്യാറാവില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവരെ നന്നായിട്ട് മനസ്സിലാക്കാനും കഴിയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇവർ അധികമായിട്ട് അഭിപ്രായ പ്രകടനത്തിന് തയ്യാറാവില്ല. നല്ല ലവബിളായിട്ടുള്ള കൂട്ടത്തിലുള്ളവരാണ് ഇവർ. പ്രണയബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. കൂടുതലും വിവാഹത്തിൽ ചെന്നെത്തുന്ന ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി സൗന്ദര്യ ആരാധകർ തന്നെയാണ് ഇക്കൂട്ടർ കേട്ടോ. കൂടുതൽ സൗന്ദര്യമുള്ളവരുമായിരിക്കും. മറ്റുള്ളവരുടെ ഇടയിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു പ്രസരിപ്പും സൗന്ദര്യവും ഒക്കെ ഉള്ളവരായിരിക്കും ഇക്കൂട്ടർ. ഇവരെ ആരാധനയോടുകൂടി തന്നെ നോക്കുന്ന ആളുകൾ ചുറ്റുപാടും ഉണ്ടാകും. പലതരം കാര്യങ്ങളിൽ പ്രത്യേകത ഇവർക്കുണ്ടായിരിക്കും. കലാപ്രവർത്തനങ്ങളിൽ ഇവർ വളരെയധികം മികച്ചു നിൽക്കും. ഇതിലെടുത്തു പറയേണ്ടത് സംഗീതത്തെ പറ്റിയാണ്. സംഗീത അഭിരുചിയുള്ളവരായിരിക്കും ഇതിൽ കൂടുതൽ പേരും. അതേസമയം നയിക്കാനും നേതാവാകാനും ഉള്ള കഴിവ് ഇവർക്കുണ്ട്. സംരംഭകനാവാനായിട്ട് വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങൾ ഇവരിൽ കാണപ്പെടുന്നുണ്ട്. സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ മുന്നിലായിരിക്കും. സാഹിത്യം, ചിത്രരചന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശോഭിക്കും. പണം ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം ഇവർക്ക് സ്വതവേ ഉണ്ടായിരിക്കും.
അതിലവർ കുറേയൊക്കെ വിജയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ശാസ്ത്രം, ബിസിനസ് എന്നിവയിൽ പുതിയ ശൈലികൾ കൊണ്ടുവരുന്നതിന് ഇവർ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ തയ്യാറാവുകയും ചെയ്യും. ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള വ്യക്തമായ ധാരണ ഇവർക്കുണ്ടായിരിക്കും. അതേസമയം വളരെ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിൽ ഇവർ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യും. ഭരണകാര്യം, ബിസിനസ് എന്നിവ നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രത്യേകമായൊരു കഴിവ് ഈ ലെറ്ററിൽ തുടങ്ങുന്ന വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് പരമാവധി ശ്രമിക്കുന്നവരായിരിക്കും ഇവർ. പങ്കാളികളുമായിട്ട് ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഉണ്ടാവുന്ന അവസരങ്ങളാണെങ്കിലും അവരെ കൂടെ തന്നെ വീണ്ടും കൂട്ടുവാനുള്ള ഒരു മനസ്സിവർക്ക് ഉണ്ടാവും. അകന്നു നിന്നതിന് ശേഷം വീണ്ടും അവരെ കൂട്ടുകൂടുന്ന അവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതുപോലെ ഇവർ പ്രകൃതിയോട് അധികം അടുത്ത് നിൽക്കുന്നവരായിരിക്കും. ചെടികളോടും മൃഗങ്ങളോടും കൃഷിയോടൊക്കെ തന്നെ വളരെ താല്പര്യത്തോടു കൂടി പെരുമാറുന്നവരായിരിക്കും ഇക്കൂട്ടർ. സാധാ വിജയം നേടുന്ന ഒരു ലെറ്റർ എന്ന നിലയിൽ തന്നെ എസ് വളരെയധികം പ്രശസ്തമാണ്. എസ് ലെറ്റർ തുടങ്ങുന്നവർക്ക് എപ്പോഴും അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുമെന്ന് പൊതുവേ പറയപ്പെടുന്നുണ്ട്. അതുപോലെ അവർക്ക് സാമൂഹിക അംഗീകാരം ഉണ്ടായിരിക്കുകയും ചെയ്യും. സ്വതന്ത്രമായി അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു ചങ്കൂറ്റം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്നേഹമുള്ളവരും ലോലഹൃദയരും ആയിരിക്കും. അതിയായ ദൈവവിശ്വാസമുള്ളവരായിരിക്കും. തിരിച്ചടികൾ വന്നു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് അങ്ങ് തളർന്നു പോവില്ല. അതുപോലെ തന്നെ നല്ല നർമ്മബോധമുള്ളവരായി അവർ അവരോട് അടുത്ത് നിൽക്കുന്നവരെ വളരെയധികം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നവരുമായിരിക്കും. അതുപോലെ തന്നെ ഇക്കൂട്ടത്തിലുള്ളവർ വളരെയധികം അധ്വാനശീലരുമായിരിക്കും. നാട്ടുകാർക്കിടയിലും വീട്ടുകാർക്കിടയിലുമൊക്കെ വളരെയധികം അധ്വാനശീലതയുള്ള മടി പിടിക്കാത്ത ഒരാളായിട്ടാണ് അറിയപ്പെടുക. അതേസമയം അവർ വളരെ ബുദ്ധിമാന്മാരും ആയിരിക്കും കേട്ടോ. സംസാരത്തിലൂടെ ഇവർ ആരെയും പാട്ടിലാക്കുന്ന ഒരു കഴിവുണ്ട് ഇവർക്ക്. മറ്റുള്ളവരെ പെട്ടെന്ന് തന്നെ വശത്താക്കി ഇവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ബുദ്ധിപൂർവ്വം ഇടപെടാറുണ്ട്. ഇത്തരത്തിൽ നന്മയും ബുദ്ധിയും ഒക്കെ ഉള്ളവരാണെങ്കിലും ചില സമയങ്ങളിൽ ചില സംസാരം കൊണ്ട് മറ്റുള്ളവരെ ശത്രുക്കളാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടിയല്ല, എന്തെങ്കിലുമൊക്കെ ആർഗ്യൂ ചെയ്ത് അവരെ ശത്രുക്കളായി മാറ്റുക, പിന്നീട് അവരെ മിത്രങ്ങളാക്കി മാറ്റാനും ഒരു കഴിവുണ്ട് കേട്ടോ. നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ ആരെയും ചതിക്കാതെ കഴിയണമെന്നൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. പക്ഷേ ഇവരുടെ കളങ്കമറ്റ സഹായം, സഹകരണം ഒക്കെ ചെന്നെത്തുന്നിടത്ത് നിന്ന് ഇവർക്ക് ചിലപ്പോൾ ശത്രുതയും പ്രതികാരവും ഒക്കെ ആയിരിക്കും തിരിച്ചു കിട്ടുക. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് വലിയൊരു പ്രത്യേകതയാണ് ആഡംബരത്തിൽ വലിയ പ്രിയമുള്ളവർ ആയിരിക്കില്ല. എന്നാൽ അവർ വളരെ വൃത്തിയുള്ളവരും ആയിരിക്കും. വൃത്തിയുടെ കാര്യത്തിൽ വളരെയധികം കണിശുണ്ടായിരിക്കും. വീട്ടിൽ മറ്റുള്ള ആളുകളെ എപ്പോഴും ഇതേപ്പറ്റി പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഒപ്പം തന്നെ അധപ്പതനവും വന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ കുറേയൊക്കെ വിജയിച്ചങ്ങ് കഴിയുമ്പോൾ ചില കാര്യങ്ങൾ പ്രതികൂലമായി വന്ന് അത് ആകസ്മികമായിട്ട് വളരെ നഷ്ടത്തിലാവും. പിന്നീട് യാദൃശികമായിട്ട് വളരെ സഹായങ്ങൾ വന്ന് നിങ്ങൾ വീണ്ടും പഴയ പുരോഗതിയിലേക്ക് വരും. ഇത്തരത്തിലൊരു ജീവിതമാണ് പൊതുവേ ഇവർക്കുള്ളത്. എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവരുടെ സ്വഭാവ വിശേഷങ്ങൾ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. ഇതിനെ ആധികാരികമായോ ശാസ്ത്രീയമായിട്ടോ ഒന്നും നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമായി ഇതിനെ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് കൂടി അടിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ കൂടി ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളിൽ ഒരാളായ ഞാൻ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.